മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിച്ചവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം സീറോ മലബാർ സഭയ്ക്കില്ല. കഴിഞ്ഞ 4 മാസമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭാ സിനഡ് നടപ്പിലാക്കിയ ഏകീകൃത കുർബാന അർപ്പണത്തിനെതിരെ നിലകൊള്ളുന്ന വിമത വൈദികരും അവരുടെ പിണിയാളുകളുമായി പ്രവർത്തിക്കുന്ന അൽമായ മുന്നേറ്റം ഗുണ്ടകളുമായി ചേർന്ന് ഈ അതിരൂപതയെ തകർക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോഴാണ് സഭാ മക്കൾക്ക് ഇടപെടേണ്ടി വന്നത്. തന്നെ കാണാൻ വന്നവരോട് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് സമവായ കുർബാന നടപ്പിലാക്കാൻ തീരുമാനിച്ചത് സിനഡ് തീരുമാനം അനുസരിച്ചാണെന്നാണ്. അങ്ങനെയെങ്കിൽ ആ സിനഡിന്റെ മീൻസ് പുറത്തുവിടുകയും 35 രൂപതകളിലും ഇനി മുതൽ സമവായ കുർബാന അർപ്പണമേ നടക്കൂ എന്ന് പറയാനുള്ള ആർജവം മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും സീറോ മലബാർ സഭയുടെ വക്താവും കാണിക്കണം. അല്ല എങ്കിൽ എത്രയും വേഗം മാർ ജോസഫ് പാംബ്ലാനിയെ ഈ ചുമതലയിൽ നിന്നും മാറ്റണം. സമവായ കുർബാന നടപ്പിലാക്കാൻ വേണ്ടി ഒരു മെത്രാനെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് വിശ്വാസികൾ ഏകസ്വരത്തിൽ പറയുന്നത്. ഉചിതമായ തീരുമാനം മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് നേതൃത്വം നൽകുമെന്ന് എറണാകുളത്ത് കൂടിയ നേതൃയോഗം തീരുമാനിച്ചു. ഏകീകൃത ബലിയർപ്പണം സഭയിൽ വേണമെന്ന് തീരുമാനിച്ച മെത്രാൻ സിനഡിനെ പരസ്യമായി അവഹേളിക്കുന്നവരുടെ നേതാവായി സ്വയം അവരോധിതനാകാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ആന്റണി വടക്കേക്കര അച്ഛൻ ഒരു ധ്യാനം കൂടണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അത് കൊടികുത്തിയ വിമത നേതാവിന്റെ അടുത്ത് ധ്യാനിച്ചാൽ അടിപൊളിയാകും. അപ്പോൾ സീറോ മലബാർ സഭയെ കുറിച്ച് വെളിപാട് ലഭിക്കും. സഭയിലെ ഈ വിശ്വാസ പ്രതിസന്ധി നീട്ടിക്കൊണ്ടു പോകുന്നത് പോലെ ധ്യാനത്തിന്റെ കാര്യം നീട്ടിക്കൊണ്ടു പോകരുത്. ഇപ്പോഴാണ് നല്ല സമയം. സഭയിൽ ഭൂരിപക്ഷമുള്ള വിശ്വാസികൾ എപ്പോഴും സഭയോടൊത്ത് യാത്ര ചെയ്യുന്നവരാണ്. സഭയിലെ പിതാക്കന്മാരോടും സഭയിലെ പുരോഹിതന്മാരോടും അവർക്ക് എക്കാലവും ബഹുമാനവും ആദരവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർ പാംബ്ലാനി കഴിഞ്ഞ 3 വർഷത്തിലധികമായി എറണാകുളം സുനഹദോസ് വിരുദ്ധരുടെ പക്ഷത്തു നിന്ന് സഭയുടെ സംവിധാനത്തെ അട്ടിമറിച്ചപ്പോഴും നിശബ്ദതയോടെ അദ്ദേഹത്തോട് പ്രതിഷേധങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നത്. 3 മാസം മുമ്പ് വരെ പുറത്തുനിന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കബളിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വളഞ്ഞ വഴിയിലൂടെ അധികാരം ഏറ്റെടുത്ത് അത് നടപ്പിൽ വരുത്താൻ തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് വിശ്വാസികൾ തട്ടി നിർത്തേണ്ടി വന്നത്. മാർ പാംബ്ലാനിക്ക് പറ്റിയ വടക്കേക്കര, ആശാന് പറ്റിയ ശിഷ്യൻ.